അസ്സലാമലൈക്കും മൈ ഫ്രണ്ട്സ്. നോക്കാ, ഇതാണ് എന്റെ അമ്മ. അമ്മനെ കാണിച്ചു വാ, നോക്കട്ടെ, പെട്ടത്തേക്ക് വാ. വാ, അതൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി വാ, നോക്കാം ഞങ്ങൾ തമ്മിലുള്ള പൊക്കത്തിന്റെ വ്യത്യാസം കണ്ടോ. വാ വാ, പെട്ടത്തോട്ട് വാ, കുഴപ്പമില്ലെങ്കിൽ വാ, ചുമ്മാ ഒന്ന് കാണിക്കാനല്ലേ. എന്റെ ഫാമിലിനെ യൂട്യൂബ് ബ്ലോഗാണ്. ഇതാണ് എൻ്റെ മമ്മി ഗാസ്. മുംബൈയിൽ നിന്ന് ലാൻഡ് ചെയ്തേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു വിശേഷമുണ്ട്. ഞങ്ങൾ എന്താണ് അവിടെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എൻ്റെ അമ്മയുടെ പൊക്ക വ്യത്യാസം ഇന്നൊരു വിശേഷമുണ്ട് ഗൈസ്, അതെല്ലാം റെക്കോർഡ് ചെയ്ത്. ഗൈസ്, ഇതൊക്കെ അമ്മ വന്നവിടെ പറയാം എൻ്റെ വാച്ച് നന്നാക്കിയിട്ടാണ്. ഞാനാണെങ്കിൽ അമ്മയ്ക്ക് ഒരു വാച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി, ഫാസ്റ്റ് ട്രാക്കിൻ്റെ. എങ്ങോട്ട് വാച്ച് കൊള്ളാവോ? പെട്ടല്ലേ ഗൈസ്, ഇവിടെ ബെഡ്ഷീറ്റൊക്കെ ഇവിടെ വിരിച്ചായിട്ടേക്കോ. ഇവിടെ മറ്റേ 2 ദിവസമായിട്ട് ഉണ്ട്. എന്നാ കെട്ടി നോക്കിക്കേ, ഇഷ്ടപ്പെട്ടോ? ചുമ്മാ നോക്ക്, കയ്യിൽ എങ്ങനെ കിടക്കുന്ന നോക്ക്. ഒരു ബ്ലർ പോലെ ക്യാമറയ്ക്ക് പോകുമ്പോഴല്ല, ഇത് ലെതർ നോക്കി തന്നെ വാങ്ങിച്ചാ ഡെയിലി യൂസിന്. പോവാനാണെങ്കിൽ ചെയിൻ വാങ്ങിച്ചാൽ പോരായിരുന്നു. പെട്ടത്തോട് നോക്ക്. ഞാൻ കുളിച്ചിട്ട് വന്ന് പിന്നെ കേട്ടോ, പോകാൻ നേരത്തെ കേട്ടോ, ഉടുപ്പ് മാറി കേട്ടോ. ഫാമിലി കാണണ്ടേ? കുഴപ്പമില്ല, നല്ല തടി വെച്ച് ഉരുണ്ടുകൊണ്ട് പോവാണ് ഗൈസ്. എവിടെയെങ്കിലും വീണ ഉരുണ്ടങ്ങ് പോവും. ചെറിയൊരു പരിപാടിയുണ്ട്, ഞങ്ങൾ ഇറങ്ങാണ്. പക്ഷേ ഇതിന്റെ സ്റ്റിക്ക് എടുക്കാൻ പറഞ്ഞത്, ഇതിന്റെ. ഒരു മിനിറ്റേ, കാറിനാ പോന്നേ, പോയിട്ടൊക്കെ പറയാം. ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ എന്തിനാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഒരു സന്തോഷ കാര്യത്തിനാണ് ഞാൻ പോകുന്നത്. കണ്ടില്ലേ, അമ്മേനെ കൂട്ടാതെ അതിന് പോകാൻ ആദ്യത്തെ ഒരു മടിയുണ്ടായിരുന്നു. എന്തായാലും ഇതിപ്പോൾ അമ്മയും കൂടെ വരേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പം പിന്നെ അമ്മയും ഇവിടെ വന്ന് ഇന്ന് രാവിലെ റീച്ച് ആയതേ ഉള്ളൂ. അപ്പോൾ ഷാലും ഉണ്ട്, ഷേർ നാട്ടിൽ പോയിരിക്കുകയാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അങ്ങോട്ട്. 450 ഗൈസ്, എന്റെ വണ്ടി ഓടിയില്ല. അമ്മ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ആദ്യം തന്നെ വണ്ടി നിന്നേനെ. ഈ ചിരിക്കുന്നൊക്കെ അപ്പൊ ചിരിക്കാൻ പാടില്ലെന്നാണ് അമ്മ പറയുന്നത്. ഇതെല്ലാം പാടി പെട്ടിട്ട് പറയണേ. അല്ല മാപ്പ് ഇട്ടണ മാപ്പ് മെയിൻ മെജസ്റ്റിക്ക് കൂടിയാണോ പോകുന്നത്? സാറ്റലൈറ്റ് എന്തായാലും കിടക്കണം. അങ്ങനെ നോക്കണേ മെജസ്റ്റിക് മെജസ്റ്റിക്കിന്റെ ഇങ്ങനെ പോവാ. മെജസ്റ്റിക്ക് പോകാതെ യശന്തപുരം വഴി എങ്ങാണ്ടോ പോകുന്നുണ്ട്. നമ്മുടെ ഈ 401 പോകുന്നത് എബാളേന്ന് 401 ബസ് പോകുന്നില്ലയോ? ഉണ്ടോ? അങ്ങനെ ഒരു ബസ് ഉണ്ടോ? ശരി, ബസ്സല്ല, റൂട്ടുണ്ട്, ഹൈവേ തന്നെ. ഇതെങ്ങനെ കിട്ടാ? ഹൈവേ തന്നെയാണ്, 2 ഹൈവേ ഉണ്ട്. മറ്റേ ഇതിന്റെ കൂടി പോയി മെജസ്റ്റിക് കൂടി പോയി കഴിഞ്ഞാല് ലോങ് ആണ്, നല്ല ബ്ലോക്ക് പോകും. തന്നെ ഈ പോകുന്ന റൂട്ടിലിതാ 1.5 മണിക്കൂർ. ഞങ്ങൾ വന്നിരിക്കുന്നത് സ്പിന്നിൽ അല്ലേ, ഞങ്ങൾ കാറ് നോക്കാൻ വന്നതാണ്. ഇന്നലത്തെ തന്നെ ബാക്കിയാണ്. ഇപ്പം ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങളടുത്ത് പറയാൻ സമയം കിട്ടില്ല കേട്ടോ. രാവിലോട്ടേ പണിയാണ്. രാവിലെ ഇറങ്ങിയറിയാം വീട്ടിൽ നിന്ന് ഓരോ പണിയായിട്ട്. ITR ഫയലിങ്, മറ്റേ ഫയലിങ്, മറിച്ച ഫയലിങ്, എന്തായാലും പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. 20,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള വണ്ടിയാണ് ഗൈസ്.
ഇനിയിപ്പോൾ വണ്ടി ഞാൻ കാണിച്ചു തരാം. അതാണ് ഫോർഡ് ഫ്രീ സ്റ്റൈൽ. എൻ്റെ മനസ്സ് പറയുന്നത് എടുക്കാൻ പറ്റത്തില്ലെന്ന്. ഇതിൻ്റെ ലോണിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കുറച്ച് ഇതാണ്. ഗൈസ് 6 എയർ ബാഗുള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയായിരുന്നു. നല്ലൊരു വണ്ടി. 20,000 കിലോമീറ്റർ. മെയിൻ റോഡ് റൈറ്റ്. ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവിനൊന്ന് പുറത്തോട്ട് കൊണ്ടിറങ്ങിയ വണ്ടി അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്രയും നാൾ ഞാൻ കണ്ടെങ്കിലും കയറിയിരിക്കുന്നത് ആദ്യം കേട്ടോ. അത് വെച്ച് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 5.44 ചോദിക്കുന്നത്. 5.44 വണ്ടി ഉണ്ടോയെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഗൈസ് ഞാൻ ഒന്ന് കാല് കൊടുത്ത് നോക്കിയായിരുന്നു. വണ്ടി അടിപൊളിയായിട്ടുണ്ട്. അതിന് സ്റ്റിയറിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ ഗൈസ്. ആ ഫീൽ ഉണ്ടല്ലോ ഡ്രൈവേഴ്സ് കാർ തന്നെയാണ് കേട്ടോ. ഓണൊരു ചപ്പ ഓണേ. പിന്നെ താഴ്ന്ന കേട്ടോ ഇരിക്കുന്നത്. ഡാഷ്ബോർഡ് കുറച്ച് മേളുള്ള വാഗൺ സ്ഥിരം ഓടിച്ചുള്ള ശീലമാണ്. മറ്റേ ഈ ഡാഷേ കുറച്ച് മേളിലായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ താന്നിരിക്കുന്ന പോലെ. നല്ല വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി. നല്ല കണ്ടീഷനും വണ്ടി. 6 മാസത്തെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 5 ദിവസത്തിനകം വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 5 ദിവസത്തിനകം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ബാക്ക് മണി ബാക്ക് പോളിസി ഉണ്ട്. പിന്നെ 5 ദിവസം ഇഷ്ടമില്ലെങ്കിൽ തിരിച്ച് വണ്ടി കൊണ്ട് കൊടുക്കാം. എന്നിട്ട് പൈസ വാങ്ങാം. പിന്നെ ഉള്ളൊന്നുമില്ല. ഇവൻ പിന്നെ സ്ഥിരമുള്ള പരിപാടിയാണ്. ഇവന് 5 മിനിറ്റ് ഇരിക്കുമ്പോൾ വെള്ളം ചീറ്റിച്ച് ഇവന് ഓടിക്കണം. എങ്ങനെയുണ്ട് വണ്ടി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടതില്ല. സൗണ്ട് സിസ്റ്റം ഒക്കെ ബോസിന്റെ ആണെന്ന് തോന്നുന്നു. ഞാൻ റിവ്യൂലൊക്കെ കണ്ട ഒരു ഇതേ ഉള്ളൂ. സൗണ്ട് സിസ്റ്റം കുഴപ്പമില്ല. തൽക്കാലം ഇത് മതി. പിന്നെ ഗൈസ് അലോയ് തന്നെയാണ് വരുന്നത്. ഞാൻ വിചാരിച്ച ടയർ മാത്രം ഒന്ന് മാറ്റിയിട്ട് അലോയ് പുതിയ വാങ്ങിച്ചിടുന്നതിലും ഭേദം ഒരു സ്പേസർ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാലേ കുറച്ച് ടയറിന് വീതിയും വരും. നമുക്കൊരു ഇത് കോർണർ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാവും. എടാ ഇത് ഊബറല്ല. പക്ഷെ വിട്ടു നോക്കാൻ പറ്റായിരുന്നു സ്റ്റിയറിങ്. ഫസ്റ്റ് സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഇത് അറിഞ്ഞു. ലൈൻ സ്പിറ്റ് ചെയ്ത് നോക്കാം. നല്ല സ്പീഡിൽ പോയിട്ട് ലൈൻ ഒന്ന് ഇത് ചെയ്ത് നോക്കാം. ആ കോർണറൊക്കെ ഒന്ന് പിഞ്ച് ചെയ്ത് നോക്കാം. ബ്രേക്കൊക്കെ ഉണ്ട്. ടയർ 50% ഉള്ളൂ. നല്ല ടയർ 50%. എ സിക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. കൈയൊക്കെ വരും. എനിക്കാണെങ്കിൽ തീരെ എ സി പറ്റത്തില്ല. ഈ കാറിനകത്ത് എ സി ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഛർദ്ദിക്കാനൊക്കെ വരും. ആക്കെ ശീലങ്ങളൊക്കെ ഇനി മാറാൻ പോകുന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. ഇനി ഞങ്ങൾ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞാൻ പറയാം. എന്തായാലും വണ്ടി കണ്ടോ? ഇതാണ് വണ്ടി. സ്ക്രാച്ച് വർക്കൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞായിരുന്നു. ഇതാ അതൊക്കെ മെൻഷൻ ഇതാ ഇത് പറഞ്ഞായിരുന്നു. ചെറിയ ഡെന്റ് ഉണ്ട് ഡോറില്. ബോണറ്റ് ഇൻസ്പെക്ഷൻ ഒക്കെ നീ ചെയ്യുന്നേ. 4 ഇരട്ടി അവർ ചെയ്യുന്നു. പിന്നെ കുഴപ്പമില്ലല്ലേ, നമുക്ക് അതിനാണല്ലോ നമ്മൾ വന്നേക്കണേ. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി എന്താ പാട്? കളർ എങ്ങനെയുണ്ട്? ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഫുള്ള് ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ട് താഴെ ഇതേ കളർ തന്നെ. മനസ്സിലായോ? ബോണറ്റ് നോക്കുക വൈസ്. അതിൻ്റെ ഓയിൽ ക്യാപ്പ് ഒന്ന് ഊരി നോക്കാം. അവിടെ ഇതല്ലേ ഓയിൽ ക്യാപ്പ്. ചൂടാണ് ഊരിയാ. അതല്ല അപ്പുറത്ത് ഊരിയിട്ട് അതിൻ്റെ അടപ്പിൻ്റെ അടി നോക്ക്. വൃത്തിയുണ്ടോ നോക്ക്. കിട്ടും ഊര്. അതിൻ്റെ അടി നോക്ക്. വൃത്തിയുണ്ടോ? കട്ട ക്ലോഗിങ് ഒന്നും ഇല്ലല്ലോ. കുഴപ്പമില്ല. ലിപ്സ്റ്റിക്ക് നോക്കണം. ഉള്ളില്ലേ പോണറ്റ്? കുഴപ്പമില്ല. നോക്കട്ടെ. എൻ്റെ ചേസിൽ വെൻറ്റും വെൽഡിങ് വർക്കും ഒന്നുമില്ലല്ലോ. പാച്ച് വർക്കൊന്നും ഇല്ലല്ലോ അല്ലേ? നോക്കിക്കളാ ഗൈസ്. എൻ്റെ പേസ്റ്റിങ് ഒക്കെ ഞാനും നോക്കുക. എടാ വിടല്ലേ പോണറ്റ്? തല എൻ്റെ അകത്തിരിക്കും. പേസ്റ്റിങ് ചെയ്തില്ല. എല്ലാം ഫ്രഷ് തന്നെയാണ്. സ്റ്റോക്ക് തന്നെയാണ്. വയറിങ് ഇതാ. വയറിങ്ങിൽ ടാഗൊക്കെ ഉണ്ട്. വയറിങ് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല ഗൈസ്. അടച്ചാ ഡിക്കിയാ? ഡിക്കി ഡിക്കി കീ തന്നെയുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്താല് ഡിക്കി മേടം നോക്കാം.
പിന്നെ ഗൈസ് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് സനു എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട് വെള്ളം കയറിയ വണ്ടിയൊക്കെ ആണെങ്കിൽ സീറ്റ് ബെൽറ്റ് വലിച്ചു വയ്ക്കാൻ മതി എന്ന് പറഞ്ഞു. സീറ്റ് ബെൽറ്റ് അറ്റം നോക്കിക്കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. ടിക് ടാക്ക് പോക്കട സനുവേ വണ്ടി അടിപൊളിയാണോ മുത്ത്. ഞാൻ പറഞ്ഞില്ല എടുക്കണം സനുവിനൊക്കെ അറിയാൻ കഴിച്ചു. ഞാൻ ഈ വണ്ടിക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുക. എന്താ സ്പേസ് ഒക്കെ ഉണ്ട്. സ്പെയർ വീലൊക്കെ ഉണ്ടാവാം. ഇതെന്തോരം ലെയറാണ് ഉണ്ട്. സ്റ്റെപ്പിന് ചെറിയ സൈസ് ടയർ സൈസ് കുറവാണ് സ്റ്റെപ്പിനിക്ക്. ബൂട്ട് ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ബലോനയ്ക്ക്. പക്ഷെ അതേ ടയർ തന്നെ അതേ സൈസ് തന്നെ. എന്താ പൊള്ളയോ പഞ്ചറല്ല ഇത് ടയർ പൊട്ടിയിട്ട് അതിന്റെ തൊലി പുറത്തേക്ക് ഇങ്ങനെ പൊട്ടി പോരുന്നതാ. ആണോ? പോടാ വണ്ടി അത് ചെറുതായിട്ട് നടത്താം. അതും കൂടെ നോക്കിക്കളാ. ഇതാ ഫോർഡ് ഫ്രീ സ്റ്റൈൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതാ ഞാൻ പറഞ്ഞ ഡെന്റ് നിങ്ങൾക്ക് കാണാമോ? ഇത് ആണോ? കണ്ടോ ഇവിടെ ഡീറ്റെയിൽ ഷോപ്പിൽ കൊടുക്കുന്ന വണ്ടിയാണ്. മതി പഞ്ചർ കിറ്റിൻ്റെ ആണ് ഗൈസ്. പഞ്ചർ കിറ്റ് ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ? ടയർ എന്തെങ്കിലും മാറ്റണം. 50% ഉള്ളൂ. കാരണം ടയറൊക്കെ വിണ്ട് കയറിയേക്കണേ. കുറച്ച് നാളായിട്ടിരുന്ന വണ്ടിയാണ്. ടയറൊക്കെ മാറ്റണം. നോക്കാം എന്തായാലും നോക്കാം. ഇപ്പോഴേ ആദ്യം പേപ്പർ വർക്ക് റെഡി ആവട്ടെ. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് വിശേഷം. ഇനി പേപ്പർ വർക്ക് കാണിക്കും. ഇഷ്ടംപോലെ വണ്ടിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മൈസൂർ റോഡ് സ്പിന്നി വന്ന് നിങ്ങൾക്ക് വണ്ടി സെലക്ട് ചെയ്യാം. ഇവിടുന്ന് ഞാൻ വണ്ടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവിടുത്തെ സ്ഥലം ടാഗ് ചെയ്യാം. കണ്ടില്ലേ വണ്ടി ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു പ്രീമിയം ഫീലില്ലേ? എന്തോ ഒരു അട്രാക്ട് ചെയ്യുന്നൊരിതാണ്. റാലി എഡിഷനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ ഹാച്ച് ബാക്ക് തന്നെ വേണമായിരുന്നു കേട്ടോ. ഹാച്ച് ബാക്കാണ് ഒന്നുകൂടെ സുഖം ബാംഗ്ലൂർ ട്രാഫിക്കിലൊക്കെ ഓടിച്ചടക്കാനൊക്കെ. സിറ്റിയൊക്കെ എങ്ങനെ തിരിച്ചെടുത്തോണ്ട് പോകാനാ? അങ്ങനെ ഞങ്ങൾ സ്പിന്നിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്താ കണ്ടില്ലേ ഓൾറെഡി ഒരു ഡൗൺ പേയ്മെൻ്റ് അല്ല, ഇതൊരു 10 രൂപ എടുത്തിട്ട് വണ്ടി ബുക്ക് ചെയ്തേക്കാണ്. വണ്ടി വേറെ ആരും ഇനി നമ്മുടെ ബുക്കിംഗ് ക്യാൻസൽ ആകും വരെ വേറെ ആർക്കും വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക്. പക്ഷേ വണ്ടി അവർക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല 10 രൂപ എന്തെങ്കിലും ബുക്കിംഗ് ചെയ്തത്. കാരണം ഇവരുടെ ബാങ്കിങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഇവരെല്ലാം നമുക്ക് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ലോണ് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളിപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് ഏകദേശം 1 ലക്ഷം രൂപ. ഞാനൊരു 50,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഒരു 1 ലക്ഷം രൂപ വീട്ടിൽ നിന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ പാടെ ഒരു 50 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടി സുഖമായിട്ട് ഇറക്കാന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും എൻ്റെ മനസ്സ് പറയുന്നത് എന്താണെന്നറിയോ, ലോണ് കിട്ടത്തില്ല നിനക്ക്. കാരണം എനിക്കാണെങ്കിൽ സാലറി സ്ലിപ്പ് ഞാൻ എവിടെ ഇതുവരെ കമ്പനിയിലൊന്നും കയറിയിട്ടില്ല ഗൈസ്. അങ്ങനെ പിന്നെ സാലറി സ്ലിപ്പില്ല. പക്ഷേ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ ഒരു മാസത്തേക്ക് തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. അത് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും എൻ്റെ മനസ്സ് പറയുന്ന ലോൺ അങ്ങോട്ട് എന്താ, ഞാൻ തന്നെയല്ലേ നെഗറ്റീവ് പറയുന്നത്. നോക്കാം വണ്ടി കിട്ടുവാണെങ്കിൽ റാത്താവും ഗൈസ്. ഇതാ ബലനൊക്കെ സോലി ഐ എം കമ്മിങ്. ഇതാ 2019 ഓപ്ഷൻ വണ്ടിയിൽ ഫുൾ ഓപ്ഷൻ ഗൈസ്. എല്ലാ ഫീച്ചറും ഉണ്ട് കേട്ടോ. ഞാൻ കുറേ റിവ്യൂ നോക്കിയതാണ്. ഒരു 100-150 റിവ്യൂ ഞാൻ എൻ്റെ യൂട്യൂബിൽ തന്നെ ഞാൻ മറിച്ച് നമ്മുടെ ബൈജയൻ നായർ ചേട്ടൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് നോക്കിയാണ്. പുള്ളി തന്നെ പറയുന്നുണ്ട് നല്ലൊരു ജെമ്മാണ്. ഇതിൻ്റെ വില ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊന്നും അറിയത്തില്ലെങ്കിലും നല്ലൊരു വണ്ടിയാണെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. ഡ്രൈവേഴ്സ് കാറാണ് സംഭവം. പിന്നെ ഞാനൊന്ന് ഓടിച്ചു നോക്കി, കാല് കൊടുത്തപ്പോഴല്ല ബൂം 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 പുകയൊന്നുമില്ല. ചെറിയ ഡെൻറ്റ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. 2019 വണ്ടിയാണ്. എനിക്ക് എന്തായാലും വണ്ടി ഇഷ്ടപ്പെട്ടു ഗൈസ്. ആ വണ്ടി എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മനസ്സ് നിറഞ്ഞ്. ഇനിയിപ്പോൾ ആ വണ്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം പറയും. എന്തായാലും ഇപ്പോൾ 10 രൂപ നമ്മൾ കൊടുത്തേക്കണേ. ഇനി വരുന്നിടത്ത് വെച്ച് നോക്കാം. ബാക്ക് ടു റൂം. ഓക്കെ, രാവിലെ ഇറങ്ങിയത് എന്നൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. ITR ചെയ്തത് കാര്യമില്ല കേട്ടോ ഗൈസ്. കാരണം നിങ്ങളും കൂടെ ശ്രദ്ധിക്കുക, ITR കൊണ്ടാണ് നിങ്ങളൊരു കാർ ലോൺ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നെങ്കിൽ ഇന്നേക്ക് 6 മാസം ചെയ്ത് കഴിഞ്ഞ, അതായത് ഞാനിപ്പോൾ നോക്കുവാണെങ്കിൽ ഞാൻ 6 മാസം മുന്നേ ചെയ്യണമായിരുന്നു. ആ ഒരു ITR ഫയലിംഗ് ആണ് ഇവർക്ക് ആവശ്യം. അല്ലാതെ ഇന്ന് ചെയ്തിട്ട് നാളെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. അപ്പോൾ അതും പാടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നെപ്പോലെ മണ്ടതരം കാണിക്കാതിരിക്കുക. അപ്പോൾ ശരി എന്നാൽ, വേറെ ഒന്നുമില്ല. ബാക്ക് ടു ഹോം. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, പീസ് ഔട്ട്. ഞങ്ങൾ റീച്ചായി. പിന്നെ യൂട്യൂബ് മിണ്ടായിരിക്കാം.
എൻ്റെ എക്സൈറ്റ്മെന്റ് കാണണ്ട ഗൈസ് അല്ലേ? എനിക്ക് ആര് കണ്ടാന്ന്? ആ കുഴപ്പമില്ല. നോക്ക പോളിഷ് ചെയ്ത് റിബണൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ സർപ്രൈസ് ഞാൻ ആദ്യമേ പൊട്ടിച്ചല്ലേ. കുഴപ്പമില്ല. എങ്ങനെയുണ്ടാ? റെഡി ആയല്ലേ? ഇനി പോയിട്ട് അകത്ത് പോയിട്ട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഗൈസ്. എക്സൈറ്റഡ് എന്ന് പറഞ്ഞുണ്ടല്ലോ, എക്സൈറ്റഡ് ഓ കൊതിച്ച വണ്ടി തന്നെ കിട്ടിയെന്ന് പറയുമ്പോൾ എല്ലാം ആർക്ക് നന്ദി. ഇതൊക്കെ ആർക്ക് നന്ദി. ബാ